ഹലോ കൂട്ടുകാരെ, സിനിമ ഇഷ്ടപ്പെടുന്നവരല്ലേ നിങ്ങൾ? പലതരത്തിലുള്ള സിനിമകളുണ്ട്. കുടുംബ സിനിമകളുണ്ട്, ചരിത്ര സിനിമകളുണ്ട്, കോമഡി സിനിമകളുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള സിനിമകളുണ്ട് അല്ലെ. സയൻസ് ഫിക്ഷൻ സിനിമകൾ നമ്മൾ വളരെ കുറച്ചാണ് കേട്ടിട്ടുള്ളത്. ഇന്ന് അത്തരത്തിലുള്ള ഒരു സിനിമയെ കുറിച്ചാണ് ചോദ്യം. ജുറാസിക് പാർക്ക് പോലുള്ള സിനിമകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ മനസ്സിലേറ്റിയ അവതാർ എന്ന് പറയുന്ന സിനിമ. Lost in the woods, have you? Do you forget what team you're playing for? Strong prey on the weak, and nobody does a thing. You got 1 hour. You knew this would happen? Everything changed. Jake, it's crazy here. Quaritch is rolling and there's no stopping him. ഈ അവതാർ എന്ന് പറയുന്ന സിനിമ മറ്റൊരു സ്ഥലത്താണ് നടക്കുന്നത്, ഭൂമിയിലല്ലാതെ മറ്റൊരു സ്ഥലത്ത്. എവിടെയാണ് ഈ കഥ നടക്കുന്നത് എന്നാണ് ചോദ്യം. എ, വ്യാഴത്തിന്റെ ഉപഗ്രഹം. ബി, ശനിയുടെ ഉപഗ്രഹം. സി, യുറാനസിന്റെ ഉപഗ്രഹം. ഡി, നമ്മുടെ സൗരയൂഥത്തിലൊന്നുമല്ല, മറ്റൊരു സൗരയൂഥമായ ആൽഫ സെന്റോറിയുടെ ഒരു ഉപഗ്രഹം. ഇതിനകത്ത് ഏതാണ് ശരി? ഉത്തരം പറയട്ടെ. ഉത്തരം ആൽഫ സെന്റോറിയുടെ ഉപഗ്രഹത്തിൽ. നമ്മുടെ സൂര്യനെ പോലെ തന്നെ നമ്മൾ കാണുന്നത് എല്ലാ നക്ഷത്രങ്ങളും സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോ ആൽഫ സെന്റോറി എന്ന് പറയുന്ന നക്ഷത്ര വ്യവസ്ഥയിൽ പാൻഡോറ എന്ന ഒരു ഉപഗ്രഹമുണ്ട്. മനുഷ്യൻ 22-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് എല്ലാ സ്ഥലങ്ങളിലും കോളനി ഉണ്ടാക്കി തുടങ്ങി. നമുക്കറിയാമല്ലോ, ചൊവ്വയിൽ നമ്മൾ ഒരു കോളനി ഉണ്ടാക്കാൻ പോവുകയാണ്. അതുപോലെ നിരവധി കോളനികൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പാൻഡോറയിൽ എത്തി. അവിടെ നടക്കുന്ന സാങ്കല്പികമായ ഒരു കഥയാണ് അവതാർ. പക്ഷെ എത്ര രസമാണെന്നറിയാമോ ആ കഥാകൃത്തിന്റെ ഭാവന. അപ്പൊ നമ്മൾ വിമാനങ്ങൾ പോലെ നമുക്ക് സ്വന്തമായിട്ടൊരു പക്ഷി ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോ ഈ പക്ഷിയിലേക്ക് നമ്മൾ ഒരു തലമുടി ഇങ്ങനെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്തിരിക്കുന്ന കാര്യങ്ങൾ ഈ പക്ഷിയിലേക്ക് എത്തുകയാണ്. കന്യാകുമാരിയിലേക്ക് പറക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ കന്യാകുമാരിയിലേക്ക് പറന്നു കഴിഞ്ഞാൽ എങ്ങനെ രസമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. പാൻഡോറയിൽ അങ്ങനെയൊക്കെ ഉള്ള ആ സ്പീഷീസ് ഉണ്ട് എന്നാണ് അവതാർ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. നല്ല രസമായിരിക്കും അല്ലെ. പിന്നെയോ, നിങ്ങൾക്കറിയാമല്ലോ, ഗുരുത്വാകർഷണം കൊണ്ടാണ് നമ്മൾ ഉൾപ്പെടെ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഗുരുത്വാകർഷണ ശക്തി ഇല്ലെങ്കിലോ നമ്മൾ മുകളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കും അല്ലെ. അത്തരം ആ ഗുരുത്വാകർഷണത്തിന് വിധേയമല്ലാത്ത വലിയ വലിയ പർവ്വതങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് അവതാർ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. ഒന്ന് കാണണേ, എല്ലാ കൂട്ടുകാരും മറക്കാതെ കാണണം കേട്ടോ. അവതാർ എന്ന് പറയുന്ന സിനിമ നല്ല രസമാണ്. അപ്പൊ അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇപ്പൊ കാണിക്കാം. ഓക്കെ. I became a Marine for the hardship. I told myself I can pass any test a man can pass. All I ever wanted was a single thing worth fighting for. You should see your faces. We have an indigenous population called the Na'vi. Their village happens to be resting on the richest deposit, and they need to relocate. Those savages are threatening our whole operation. We're on the brink of war, and you're supposed to be finding... Marine in an avatar body. That's a potent mix. You get me what I need, I'll see to it you get your legs back.